ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേൾക്കുന്ന കഥകളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കില്ലല്ലോ അല്ലേ. എൻ്റെ പേര് അമൽ, 28 വയസ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ ഗൾഫിലാണ്. അമ്മയുടെ പേര് മീന. 48 വയസ്സുള്ള വീട്ടമ്മയാണ്. ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടമ്മയായിട്ട് ജീവിതം ഇങ്ങനെയൊക്കെ തീർക്കുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അന്ധവിശ്വാസവും വിശ്വാസവും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു നായർ കുലസ്ത്രീ എന്ന് ചുരുക്കി പറയാം അമ്മയെപ്പറ്റി. അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങിയാൽ പിന്നെ അമ്മ എപ്പോഴും അവിടെ തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഒരു ദിവസം ഞാനും അമ്മയും കൂടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ റൂം കിട്ടാനൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുമായിരുന്നു. കുറേ തപ്പി അവസാനം ഒരു പഴയ ലോഡ്ജ് പോലെയുള്ളൊരു സ്ഥലത്ത് റൂമെടുത്തു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. റൂമെടുക്കാൻ നേരം അമ്മയെ അവിടെ ഇരുത്തിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് പറഞ്ഞു, കൂടെ വന്നതാരാ? അതെൻ്റെ അമ്മയാ ചേട്ടാ. അയാൾ എന്നെ നോക്കി അർത്ഥം വെച്ചൊന്ന് ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താ, അച്ഛൻ കൂടെ വന്നില്ലേ? കണ്ടില്ലല്ലോ. അച്ഛൻ പുറത്താ, ഗൾഫിൽ. അയാൾ വീണ്ടും ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കുറേ അമ്മയും മക്കളുമൊക്കെ വരാറുണ്ട്. ഞാനിത് ഇത്ര നാളായി കാണുന്നതാ. എനിക്ക് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെയാണ് മനസ്സിലായത്. അത് ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. റിസപ്ഷനിലിരിക്കുന്ന ചേട്ടൻ്റെ അടുത്തെത്തി അയാളും ഇതുപോലെ തന്നെ എന്തോ അർത്ഥം വെച്ച് പറയുന്നു. ഞാൻ മറ്റേ ആളോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. ആ ചേട്ടനും എന്നെ നോക്കി ഒരു വഷളം ചിരിച്ചു. അപ്പോൾ പിന്നിലൂടെ ഞങ്ങളെപ്പോലെ ഒരു അമ്മയും മകനുമാണെന്ന് തോന്നുന്നു നടന്നു പോയത്. ആ ചെക്കൻ എൻ്റെ അമ്മയെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നതും കണ്ണിറുക്കിക്കൊണ്ട് കൂടെയുള്ള സ്ത്രീയോട് വല്ലാതെ എന്തോ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഞങ്ങൾ മുറിയിലേക്ക് പോയി. മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾക്ക് മുറി കിട്ടിയത്. അതും സിംഗിളായിട്ടുള്ളൊരു ബെഡ്റൂം. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ. ബാഗ് വെക്കാനായി ഷെൽഫ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കിടക്കുന്നത് കണ്ടു. അത് അമ്മ കാണാതെ പെട്ടെന്നേക്ക് തന്നെ ഇങ്ങനെ എടുത്ത് കളഞ്ഞു. ഓ, ചെറുപ്പക്കാരൊക്കെ വരുന്നിടമല്ലേ, എങ്കിലും ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എന്തിനാണോ ഇത്, ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും എനിക്കാകെ ടെൻഷനായി. വേറെ റൂം നോക്കാമെന്ന് വിചാരിച്ചാൽ 3 ദിവസത്തേക്കുള്ള പൈസയും കൊടുത്തല്ലോ. വേറെ റൂമൊട്ട് കിട്ടാനുമില്ല. എങ്കിലും ഞാനതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അവിടെ കുറേ ലൈറ്റുകളും മറ്റും. ഞാൻ വേഗം കുളിച്ചു. പിന്നെ ശ്രദ്ധിച്ചത് ഡോറിന് ലോക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ പൊട്ടിപ്പോയതായിരിക്കും. പിന്നെ ഇവിടെ വേറെ ആരുമില്ലല്ലോ, ആര് കാണാനാ. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും അമ്മ തോർത്തെടുത്തുകൊണ്ട് സാരിയൊക്കെ അയച്ച് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ഞാൻ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി. രാവിലെ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അന്വേഷിച്ചറിയാം, പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാനും വാങ്ങാം എന്നൊക്കെ അമ്മ പറഞ്ഞു. അമ്മ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഡോറ് ലോക്ക് ചെയ്ത് പൊക്കോളാനാണ് അമ്മ പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ ഇറങ്ങുന്ന മെയിൻ ഡോറിനും ലോക്ക് കാണുന്നില്ല. ഞാൻ പുറത്തിറങ്ങി ലോക്ക് ചെയ്തു. റിസപ്ഷനിൽ പറഞ്ഞിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ചുമ്മാ തട്ടുകടയിലിരുന്ന് ചായ കുടിച്ച് ഫോണൊക്കെ എടുത്ത് നോക്കി. ടെലഗ്രാമിലൊക്കെ കുറേ പുതിയ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലുള്ള പ്രത്യേകതരം ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗ്രൂപ്പിലൊക്കെ കുറേ ആൻറ്റിമാരുടെയുമൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആയിപ്പോയല്ലോ, ഇനിയിപ്പോൾ കുലിക്കാനും പറ്റില്ല. മനസ്സിലത് വിചാരിച്ചു. നല്ല ഇഷ്ടമുള്ള കുറേ വീഡിയോസും കുറേ ഫോട്ടോസും കിടപ്പുണ്ട്. ഏതായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ. അപ്പോഴാണ് അനൂപിൻ്റെ ഒരു മെസ്സേജ് കണ്ടത്. ഏതോ ഒരു അമ്മായി സെറ്റായിട്ടുണ്ട് പോലും. അവൻ എന്തായാലും ഒരാഴ്ചത്തേക്കായി. എന്നത്തെയും പോലെ എല്ലാവരും റെഡി ആയിക്കോ, പുതിയൊരു ആറ്റം സാധനം വന്നിട്ടുണ്ട്. വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇട്ട് തരാം, ഞാൻ മനസ്സിൽ പറഞ്ഞു. ആരുടെയും അമ്മയെ ഇന്ന് അനൂപ് ശരിയാക്കിയത് തന്നെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്. അവനവൻ്റെ അമ്മയുടെ വരെ ഫോട്ടോസ് എനിക്ക് കാണിച്ചു തരും. എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ ഞാൻ പതുക്കെ മുങ്ങാറാണുള്ളത്. എനിക്കെന്തോ അത് ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ അമ്മയെപ്പറ്റി ആരും അങ്ങനെ പറയുന്നത്. അവനെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇടയ്ക്കൊക്കെ പറയും, നിൻ്റെ അമ്മ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വന്ന് പെടും, അന്ന് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവളെയും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുമെങ്കിലും അവൻ നല്ല വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാനവന് മെസ്സേജ് ചെയ്തു, ആളുടെ അമ്മയാ സെറ്റാക്കി വളച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഉണ്ട് മോനെ, ഒരു കുപ്പിച്ചില്ല സാധനം. സെറ്റായില്ല, പക്ഷെ ആകും. അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കുളിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ഗ്രൂപ്പിൽ അവളായിരിക്കും താരം. എന്നാലും ഒന്ന് കാണിക്കടാ, നോക്കട്ടെ. അങ്ങനെ നീ ഇപ്പം ചെയ്യണ്ട, രാത്രി ആവട്ടെന്ന്.
ഓ അത്ര ഡിമാൻഡാണെങ്കിൽ നടക്കട്ടെ, അതും പറഞ്ഞ് അവൻ ഫോൺ ഓഫ് ചെയ്തു. സംഗതി ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കാണാനുള്ള മൂഡൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വന്നു. റിസപ്ഷനിൽ ആൾ മാറി. ഇപ്പോൾ ഒരു ആൻറ്റിയാണ് ഇരിക്കുന്നത്. നല്ല ആറ്റം സാധനം. എന്നെ കണ്ടവർ റൂം നമ്പർ ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ ആദ്യം ചിരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ഒരുത്ത റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അമ്മ കുളി കഴിഞ്ഞ് ടി വി കാണുകയായിരുന്നു. ആരമ്മ പോയത്? അത് റൂം ബോയിയാണ്. ടവലും സോപ്പും ഒക്കെ കൊണ്ടുവന്നതാ. നീ പോയ ഉടനെ വന്നു പറഞ്ഞു. ഡോറ് ലോക്കാണ്, മോൻ താക്കോല് കൊണ്ടുപോയി എന്ന്. അപ്പോൾ അവൻ തന്നെ സ്പെയർ കീ എടുത്തിട്ട് വന്ന് എല്ലാം ബെഡിൽ വെച്ചിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വന്നതാ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതെന്നാ പരിപാടിയാ? ഞാൻ ലോക്ക് ചെയ്തിട്ട് പോയതല്ലേ. ഞാനവിടെ റിസപ്ഷനിൽ പറഞ്ഞിരുന്നല്ലോ. പിന്നെ അവൻ എന്തിനാ ഇങ്ങേക്ക് കയറി വന്നത്? സ്പെയർ കീ ഉണ്ടെങ്കിൽ അവൻ്റെ കൈ വെച്ചിരുന്നാൽ പോരെ. നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ. അതിനിപ്പോൾ എന്താ? ഒന്നും പറ്റിയില്ലല്ലോ. നീ ഫുഡ് കഴിക്കാൻ നോക്ക്. ചുമ്മാ അവരൊന്നും ആലോചിക്കാതെ. അമ്മ ഫുഡ് എടുത്ത് വെച്ചു. ഞാനിപ്പോൾ വരാം, അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴതാ ടെലഗ്രാമിലൊരു മെസ്സേജ്. ഞാൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തു. അനൂപ് തന്നെയാണ്. ഒരു വീഡിയോ ആയിരുന്നു. ഒരു ആൻറ്റി സാരി തലപ്പ് മാറ്റി ബ്ലൗസ് അഴിക്കുവാനായി തുടങ്ങുന്നു. ആഹാ, നല്ല ആറ്റം സാധനം തന്നെ. അവനിന്ന് അടിപൊളിയായിട്ട് കാര്യം സാധിക്കും. എനിക്ക് അവനോട് ചെറിയൊരു അസൂയ തോന്നി. ആദ്യമേ കണ്ടത് നല്ല കൊഴുത്ത മുൻഭാഗമാണ്. തള്ളി തന്നെ നിൽക്കുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാവും അവർ പെട്ടെന്ന് തോർത്തും പുതച്ചുകൊണ്ട് പോയി. പിന്നെ വീഡിയോ സ്റ്റോപ്പായി. ഞാൻ മനസ്സിൽ കരുതി, ഓ അവൻ്റെ ഒരു ഭാഗ്യം, ഇതുപോലെയൊക്കെയുള്ള ആറ്റം സാധനത്തെ അവന് കിട്ടുന്നുണ്ടല്ലോ. ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും പോയി കളഞ്ഞു. മൂഡായതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും പ്ലേ ആക്കി നോക്കി. മുഖം ഒന്ന് കാണാൻ അറിയുമോ എന്ന് പറയാനായി ഞാൻ സൂം ചെയ്ത് നോക്കി. സാധാരണ ഇംഗ്ലീഷിലുള്ളത് കാണുന്ന പോലെയല്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ എന്തോ ഒരു ഫീലാണ്. പഴയതുപോലെ അല്ല. ഇങ്ങനെയുള്ള ഒളി ക്യാമറ സീനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡുള്ളത്. സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ആൻറ്റിയുടെ താലി വരെ കാണാൻ കഴിഞ്ഞു. താലി കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അമ്മയുടെ താലിയല്ലേ അത്? ഇതെങ്ങനെ? വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതെ, അമ്മയുടെ സാരി, ആ തോർത്തും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം ഒരുപോലെ തന്നെ. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ വേഗം ഓടി റൂമിലെത്തി. പുറത്ത് കീ ഹോളിലേക്ക് നോക്കി. ശരിക്കും ഞെട്ടി. അതെ, ആ വീഡിയോയിലുള്ളത് അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ മീന തന്നെ. ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു ഗ്രൂപ്പിൽ എൻ്റെ അമ്മയുടെ വീഡിയോ എനിക്ക് വിശ്വസിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ഞാൻ വേഗം തിരിച്ച് നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അനൂപിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു. ആദ്യമായി വന്നത് നല്ല മുഴുത്ത ഒരു തെറിയാണ്. എന്ത് ചെറ്റത്തരമാണെന്നാറി നീ ചെയ്യുന്നത്? ഈ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിൻ്റെ അവസാനം എൻ്റെ കൈ കൊണ്ട. എന്താടാ നിനക്ക്? വല്ലവളുമാരുടെയും വല്ലതും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കാണിച്ചോ, എൻ്റെ അടുത്ത് കാണിക്കരുത്. അവൻ മുരണ്ടു. ഇപ്പോൾ തന്നെ അവളെ സ്ക്രീൻഷോട്ട് വെച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര മെമ്പേഴ്സ് ആവാമെന്നറിയാമോ കൂടുതലായിട്ട്? നീ കണ്ടതല്ലേ ആളുകളുടെ കമൻറ്റൊക്കെ? എല്ലാവരും അവളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്താ ചെറുക്ക നിൻ്റെ പ്രശ്നം? അതിൻ്റെ ഇടയിൽ ഇത്ര പെട്ടെന്ന് നിനക്ക് പോയോ അവളെ കണ്ടിട്ട്? അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനോ തിരിച്ചെന്തെങ്കിലും പറയാനോ എനിക്കായില്ല. എല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ ഒറ്റയിരുപ്പായിരുന്നു. എൻ്റെ അമ്മയെ കിട്ടിയാൽ ചാറ് പിഴിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ അവനോട് ഞാൻ എങ്ങനെ പറയും ഇതെൻ്റെ മീനമ്മയാണെന്ന്? കൂടുതൽ ആലോചിക്കാതെ ഞാൻ അവനോട് പറഞ്ഞു, എടാ അതെൻ്റെ അമ്മയാ, പ്ലീസ് വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേ. ഓഹോ, അങ്ങനെയായിരുന്നോ? അപ്പോൾ നിന്നെയാണോ ഞാൻ നേരത്തെ അവിടെ വെച്ച് കണ്ടത്? ആളിയ, ആലോചിക്കുമ്പോൾ തന്നെ മൂഡ് കയറുന്നുണ്ട്. ഓക്കെ, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആദ്യം ഗ്രൂപ്പിലെ പിള്ളേരുടെ എന്തെങ്കിലും ഉടായ്പൊന്ന് പറയട്ടെ. വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുമായിരുന്നു. നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അനൂപ് പെട്ടെന്ന് നടന്നു വരുന്നത് കണ്ടത്. നേരത്തെ കണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായം തന്നെ തോന്നും, പക്ഷേ എന്നേക്കാൾ ഉയരവും വണ്ണമൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ ഒരു തെമ്മാടി ചെക്കൻ. കയ്യിൽ എന്തോ ഒരു പൊതിയും എടുത്തുകൊണ്ടാണ് വരുന്നത്. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ തന്നെ ഒരു മടി തോന്നി. അവൻ വന്ന് എന്നെയും വിളിച്ച് മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ വലിയൊരു റൂമുണ്ടായിരുന്നു. അവനത് തുറന്ന് അകത്തേക്ക് കയറി. ആകെ അലങ്കോലമായി കിടക്കുന്ന ഒരു ഹോള്. അവിടെ സോഫയിലിരുന്നിട്ട് അവൻ കയ്യിലുള്ള പൊതി തുറന്നു. ആ, കഴിക്കാനുള്ള സാധനം കൊണ്ടായിരുന്നു വന്നത്. അവൻ പതിയെ മിക്സ് ചെയ്ത് എനിക്കും തന്നു. നീ ടെൻഷൻ ആകണ്ടടാ, ഇതൊന്ന് അടിക്ക്, എന്നിട്ട് സംസാരിക്കാം. ടെൻഷൻ കാരണം ഞാനത് വേഗം തന്നെ കുടിച്ചു. അവൻ വീണ്ടും ഒന്നുകൂടി ഒഴിച്ചു. അതും ഞാൻ എടുത്തു. ഡാ, നമ്മൾ ഏതാണ്ട് കുറേ മാസമായില്ലേ കമ്പനിയായിട്ട്. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എനിക്ക് ആൻറ്റി അമ്മായിമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലിങ്സ് തന്നെയാണ്. ഒരു പ്രത്യേക തരം. പിന്നെ ഇതൊക്കെയല്ലേ ഒരു സുഖവും. നീയും കുറേ ആറ്റം സാധനങ്ങളെയൊക്കെ കണ്ടിട്ട് കുലുക്കിയതല്ലേ ഞാൻ അയച്ചു തരുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട്.
പിന്നെ ഇടയ്ക്ക് ഞാൻ മൂപ്പിക്കാൻ പറയുന്നതല്ല. നിൻ്റെ അമ്മയെ കിട്ടിയാലും ഞാനിതൊക്കെ തനിയെ ചെയ്യുകയെന്ന്. അത് സത്യമാണ്. എനിക്ക് ആരെ കിട്ടിയാലും ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. എൻ്റെ ഒരു രീതി ഇതായിപ്പോയി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, എടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കണം. ഞാനും അമ്മയും ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകും. നിനക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ? അതിപ്പോൾ എങ്ങനെയാടാ? അവളെ ഞാൻ ടാർഗറ്റ് വെച്ച് പോയില്ലേ. പിന്നെ നിനക്കറിയാലോ എൻ്റെ പ്രീമിയം ചാനലിനെ പറ്റി. അവളുടെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ പൈസ തന്നിട്ട് കുറേ പേര് ഇങ്ങോട്ട് വന്നതാ. അതുകൊണ്ട് അതൊന്നും ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല മോനെ. പിന്നെ ഈ ലോഡ്ജിൽ എല്ലാ റൂമിലും തന്നെ ക്യാമറയുണ്ട്. നിൻ്റെ അമ്മയുടെ മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ സാധനങ്ങളുടെയും ക്ലിപ്പ് ഇവിടെ സേവാണ്. പിന്നെ ഈ ഹോട്ടൽ എൻ്റെ ഉപ്പയുടെയാണ്, അതായത് എൻ്റെ രണ്ടാനച്ഛൻ. നീ വരുമ്പോൾ റിസപ്ഷനിലൊരു ആറ്റമാൻ്റിയെ കണ്ടില്ലേ, അതെൻ്റെ അമ്മയാണ്. ഇനി ഞാൻ ക്ലിപ്പ് ഡിലീറ്റ് ആക്കിയാലും എൻ്റെ ഉപ്പയുടെ കയ്യിൽ ഇതൊക്കെ കാണും. പിന്നെ നിന്നെപ്പോലെ പലരും ഇവിടെ അമ്മയും കൊണ്ട് ഒക്കെ വന്നു പെട്ടതാ. നീ ഇതാദ്യമായതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. എനിക്കാകെ ദേഷ്യം വന്നു. അതും പറഞ്ഞ് എഴുന്നേക്കാൻ പോയി എന്നെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് അവൻ പറഞ്ഞു, ഇവിടെ ഒരു പോലീസും വരില്ല മോനെ. ഇനി വന്നാലും നീ തന്നെ കുടുങ്ങും. അമ്മയെ നീ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നതാ എന്നായിരിക്കും ഞങ്ങൾ പറയുക. പിന്നെ നിൻ്റെ അമ്മയുടെ എല്ലാം തന്നെ നാട്ടുകാർ കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. കുടുങ്ങാൻ പോകുന്നത് നീ തന്നെ ആയിരിക്കും. എന്തിനാ നിൻ്റെ അമ്മ പോലും നിന്നെ അവിശ്വസിക്കും. ആലോചിക്ക്, എന്നിട്ട് നീ തീരുമാനിക്കും പോലീസിനെ വിളിക്കണോ അതോ മിണ്ടാതെ നിൽക്കണോ. ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ അനാസ്ഥ കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. ഹോട്ടലിനെക്കുറിച്ചോ ഈ സ്ഥലത്തെപ്പറ്റിയോ ഒന്നും അന്വേഷിക്കാതെ, ഒരു ക്യാമറ ഇവിടെ ഉണ്ടോ എന്ന് പോലും നോക്കാതെ ഞാൻ അമ്മയെ ഇവിടെ ആക്കിപ്പോയി. അപ്പോഴേക്കും അനൂപ് ഒന്നുകൂടി ഒഴിച്ചു. എന്നിട്ട് അവൻ്റെ ഫോൺ ടി വിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ കാണുന്നത് അമ്മയുടെ വീഡിയോ തന്നെ. അതാ തുണി അഴിക്കുന്നതും ഒക്കെ അവൻ ടി വിയിൽ പ്ലേ ചെയ്തു. എന്നിട്ട് അവൻ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. നോക്കടാ, നീ ഒന്ന് നോക്കി, എന്തൊരാറ്റ സാധന. നീ ഇവളെ ചുമ്മാ സെൻറ്റിമെൻറ്റ്സും പറഞ്ഞിരിക്കാതെ നന്നായിട്ടൊന്ന് പണിയാനായിട്ട് നോക്ക്. അതിന് നിൻ്റെ തന്ത മാത്രം വിചാരിച്ചാലൊന്നും ഇവളടങ്ങില്ല കേട്ടോ. മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ എന്തൊക്കെയോ അവനോട് പറഞ്ഞു. വീഡിയോ കണ്ട എനിക്കും നന്നായിട്ട് പെരുത്ത് വരുന്നുണ്ടായിരുന്നു. ഒരു 1.5 മുതൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു കണ്ണിൽ അമ്മയെ നോക്കുന്നത്. അച്ഛൻ കൂടുതലൊന്നും പണിയാറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുതന്നെയാണ് അനൂപും പറഞ്ഞത്. നമ്മൾ പല അമ്മായിമാരെക്കുറിച്ചും അമ്മമാരെക്കുറിച്ചുമൊക്കെ ചാറ്റ് ചെയ്യുന്നതല്ലേ, ഓർമ്മയില്ലേ നിനക്ക്? നീ ഒന്ന് ഓർത്തേ. നിൻ്റെ ഈ ആറ്റം സാധനം അമ്മയെ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? അമ്മയുടെ ഒരു ഇത് കാണണ്ടേ നിനക്ക്? എടുത്ത് പുറത്തേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കാൻ നോക്കും മോനെ നീ. അതും പറഞ്ഞ് അവൻ ടി വിയുടെ അടുത്ത് ചെന്നിട്ട് കുലുക്കാനായിട്ട് തുടങ്ങി. എനിക്കും ആ ഒരു മൂഡ് തന്നെയായിരുന്നു. അനൂപ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീയൊന്നും മൈൻഡ് ചെയ്യണ്ട, ഒക്കെ ഞാൻ ശരിയായിക്കോളാം. നീ നോക്കിക്കോ, നമ്മുടെ ഗ്രൂപ്പിലെ അമ്മച്ചിമാരെ പോലെ ഇന്ന് ഞാൻ ഇവരെയും ആക്കാം. നീ സമ്മതിച്ചാലും ഇല്ലേലും. ഞാൻ വേഗം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. വാതിൽ തുറന്ന അമ്മ എന്നെ വഴക്ക് പറയാനായി തുടങ്ങി. നീ ഇതെന്ത് ഭാവിച്ചാ? നമ്മളൊരു അമ്പലത്തിൽ വന്നതല്ലേ, എന്തൊക്കെയോ വലിച്ചു കയറ്റി വന്നേക്കുന്നു. എന്തൊരു സ്മെല്ലാണ് ഇത്. അമ്മേ, അത് ഞാൻ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ. കുറേ കൂട്ടുകാരുണ്ട് നിനക്ക്, വൃത്തികെട്ടവന്മാർ. അച്ഛനെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട് നിൻ്റെ ഈ ചീത്ത കൂട്ടുകെട്ടിനെ കുറിച്ച്. അമ്മ, അതല്ല, ഒരു പ്രശ്നമുണ്ട്. ഞാൻ നടന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു. അമ്മയുടെ വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നായി. അച്ഛനല്ലാതെ വേറൊരാൾ പോലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഇത്രയും പതിവ്രതയായിട്ടുള്ള ഈ ഒരു അമ്മയെപ്പറ്റി ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ കിടന്ന് കരയാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന അവസ്ഥയായി. അവസാനം കരച്ചിൽ നിർത്തി ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു, എവിടെയുണ്ടവൻ? എവിടെയായാലും എനിക്കൊന്ന് കാണണം അവനെ. നീ ഇവിടെ കിടന്ന് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഇന്നത്തോടെ അവൻ്റെ എല്ലാ സ്വഭാവവും ഞാൻ അവസാനിപ്പിക്കും. അമ്മയും നിങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത നാറി. അമ്മ വേണ്ട, അമ്മ അങ്ങോട്ട് പോകണ്ട, ഞാനും വരാം. അമ്മ അവരോടൊന്ന് സംസാരിക്കാൻ പോകണ്ട. ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചതും ആ ഒരു കിക്കിൽ മറിഞ്ഞ് ബെഡിലേക്ക് വീണു. അമ്മ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ ഏതോ ഒരു അബോധാവസ്ഥയിലാണ് കണ്ടത്. പിറ്റേന്ന് രാവിലെ അമ്മ വന്ന് തട്ടി വിളിച്ചു, എടാ എഴുന്നേക്ക്, ഇങ്ങനെ കിടന്നുറങ്ങാനാണോ ഇവിടേക്ക് വന്നത്? അമ്പലത്തിൽ പോണ്ടേ? സമയം കുറേയായി, പെട്ടെന്ന് റെഡിയായേ. അടിച്ചതിൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് ഒരുവിധം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. തലേക്കുറ വെള്ളം കോരി ഒഴിച്ച് ഒരുവിധം നിലത്ത് നിൽക്കാനായിട്ടുള്ളൊരു ബോധം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇതല്ലേ ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ നിന്നല്ലേ ആ ഒരു വീഡിയോ? പെട്ടെന്ന് ഞാൻ കുളിച്ച് പുറത്തിറങ്ങി. അമ്മയെ കണ്ടൊന്ന് ഞെട്ടി.
സാധാരണ മമ്മിയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് തുളസിക്കതിരും ചൂടി സിന്ദൂരമൊക്കെ വെച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പിന്നെയും പോയി മുഖം കഴുകി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സാരി ഉടുത്താൽ വയറും മറ്റും കാണാതിരിക്കാൻ ഒരുപാട് പിന്നുകൾ ഉപയോഗിച്ച് എല്ലാം മറച്ചു വെച്ചിരുന്ന അമ്മയെന്ന് എന്തൊക്കെയോ കാണത്തക്ക രീതിയിൽ എന്തോ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് പോലെയുണ്ട്. വയറൊക്കെ കാണിച്ച് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ഒരുമാതിരി ആറ്റം സാധനങ്ങളെപ്പോലെ ഞാൻ കാണാറുള്ള അമ്മായിമാരെ പോലെയൊക്കെ. ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ സംഭവിച്ചു? എനിക്കാകെ വല്ലാതെ തോന്നി. ഞാൻ വിക്കി അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെന്താ ഇങ്ങനെയുള്ള ബ്ലൗസൊന്നും അമ്മ ഇടാറില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോകും. പിന്നെ ഇതൊക്കെ തല തെറിച്ച മക്കളുണ്ടായാൽ അമ്മമാർ പിന്നെ ഇങ്ങനെയൊക്കെ ആവും. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങി. ഒന്നും മനസ്സിലാവാതെ ഞാനങ്ങനെ അന്തം വിട്ടിരുന്നപ്പോൾ അനൂപിൻ്റെ കുറേ മെസ്സേജുകൾ കണ്ടു ഫോണിൽ. എങ്ങനെയുണ്ട് നിൻ്റെ അമ്മ? ഇപ്പോൾ അവളെ കണ്ടാൽ ആർക്കായാലും ഒന്ന് തരിക്കും അല്ലേ? നിൻ്റെ അമ്മയുടെ സൗന്ദര്യം പുറത്തു വരുന്ന കണ്ടില്ലേ? നീ വേഗം വാ, ഞാനുണ്ട് അമ്പലത്തിൽ, ഇവിടെ നല്ല തിരക്കാ. ഓഹോ, അപ്പോൾ ഇതൊക്കെ അവൻ്റെ പണിയാണല്ലേ. പക്ഷെ അമ്മ എന്തിനെ ഇതിനനുസരിച്ച് തുള്ളുന്നു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. അങ്ങനെ ഒരുവിധം ഡ്രസ്സ് മാറി ഞാനും പുറത്തേക്ക് ഇറങ്ങി. റൂം പൂട്ടി ഞങ്ങൾ നടന്നു. മറ്റ് റൂമുകളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ മറ്റേ ആളോട് പറഞ്ഞു, നോക്കളിയാ, മുറ്റ് സാധനം തന്നെ, ഇതിന് മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആ ചെക്കൻ ഇവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരുന്നു എന്തോ ഇതിനെയൊക്കെ. നല്ല വാർത്തെടുത്തതുപോലെയുണ്ട് മുൻഭാഗവും നല്ല ഉയർന്ന പിൻഭാഗവും. എനിക്കത് കേട്ടപ്പോൾ കലിച്ചു കയറി. അമ്മ കുറേ മുന്നേ നടന്നു. ഞാൻ അവന്മാരുടെ കയറി കോർക്കാനായി പോയി. എന്താടാ നീ പറയുന്നേ? നിനക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ലേ? മോനെ എന്ന് വിളിച്ചൊരു തെറിയാണ് ഞാൻ പറഞ്ഞത്. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഓ സോറി, നിൻ്റെ അമ്മയായിരുന്നോ? എന്നാൽ സ്വന്തം മോൻ്റെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? ഞാനിതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ മോനെ. അപ്പോൾ അമ്മ തിരിച്ചെൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ടിട്ട് അയാൾ മറ്റേ ആളോട് പറഞ്ഞു, അളിയ വരുന്നുണ്ട്, നീയൊന്ന് മാറി നിൽക്ക്, എനിക്കാണെങ്കിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, നീ ഇവിടെ എന്ത് ചെയ്യുക? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു വകയ്ക്ക് കൊള്ളില്ല നിന്നെ കൊണ്ട്, പെട്ടെന്ന് നടക്ക്. അമ്മ എൻ്റെ കൈ പിടിച്ച് നടന്നു പോകുമ്പോൾ അവന്മാരെ നോക്കുന്നത് കറക്റ്റ് പിൻഭാഗത്തേക്ക് തന്നെയായിരുന്നു. എനിക്കറിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തം പതിയെ തടവുന്നു. അത് നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. റിസപ്ഷനിലെത്തിയപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ വിളിച്ചു, നിൽക്കും, ഞാനും വരുന്നുണ്ട്. ഇന്നലെ റിസപ്ഷനിലിരുന്ന ആൻറ്റിയായിരുന്നു അത്. അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അനൂപ് പലപ്പോഴും ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇവരെ പറ്റി അയച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ സൂപ്പറായിട്ടുണ്ട്. എന്തൊരു ഭംഗിയായി ഒരു സാരി ഉടുത്ത് നടന്നു വരുന്ന കണ്ടപ്പോൾ ആ ഒരു കുലുക്കം കണ്ടാൽ തന്നെ ആകെപ്പാടെ പോയത് തന്നെ. രണ്ടുപേരും കൂടി അങ്ങനെ കുലുങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അമ്മയെന്ന് ഞാൻ ചിന്തിച്ചില്ല. രണ്ടുപേരെയും ഒരുപോലെ ആസ്വദിക്കാനാണ് എനിക്ക് തോന്നിയത്. തൊഴുവാനായി കയറുമ്പോഴേക്കും പെട്ടെന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു, അയ്യോ നല്ല തിരക്കായല്ലോ, എനിക്കാണെങ്കിൽ അമ്പലത്തിലിടാനുള്ള ക്യാഷ് ഇരിക്കുന്നത് ബാഗിലാണ്, അത് നിൻ്റെ ഷെൽഫിലല്ലേ വെച്ചിരിക്കുന്നത്, അതിൻ്റെ കീ അവർ തരണമെങ്കിൽ നീയും കൂടി വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈക്ക് പിടിച്ചേക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോയി. അമ്മ അവിടെ തന്നെ നിന്നു. ശരി, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾ പുറത്തിറങ്ങി പൈസയും എടുത്ത് തിരിയുമ്പോൾ ഫോണിലതാ മെസ്സേജ്. അതും കൂട്ടി നോക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അനൂപിൻ്റെ മെസ്സേജ്, ഇന്ന് നിൻ്റെ അമ്മ സാൻഡ്വിച്ച് ആയത് തന്നെ അല്ലേലവന്മാരാക്കും, ഇവിടുത്തെ പ്രധാന ജാക്കി വീരന്മാരാ. ഓഹോ, അതിനായിരുന്നു ഈ തള്ള എന്നെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോരുന്നത്. നീ ഒന്ന് പെട്ടെന്ന് നടക്ക്, നിനക്കും കാണാം. ഇങ്ങനെ മണപ്പിച്ച് നടന്നാൽ പോരല്ലോ. ഞാൻ പെട്ടെന്ന് ആൻറ്റിയും വിളിച്ചുകൊണ്ട് ക്യൂവിലേക്ക് നടന്നു. അപ്പോഴേക്കും ഗേറ്റ് തുറന്നു. ഞങ്ങൾ കയറി. ആൻറ്റിയുടെ തൊട്ട് പിന്നാലെ തന്നെ ഞാൻ നിന്നു. അമ്മയെ ഞാൻ എത്തിയൊന്ന് നോക്കി. അവർ ഒരുപാട് ദൂരെയായിരുന്നു. ഞാൻ എത്തി നോക്കുന്നത് കണ്ട് ആൻറ്റി ഉളുകണ്ണാൽ എന്നെ നോക്കിയത് കള്ളച്ചിരി പാസ്സാക്കി. നീ എന്താണ് ചെക്ക ഇങ്ങനെ നിൽക്കുന്നത്? അമ്മയെ കണ്ടിട്ടില്ലേ നീ? ആരും കണ്ടുകൊണ്ടൊന്നും പോയില്ല അവളെ. എൻ്റെ അമ്മ ആദ്യമായിട്ട് ആൻറ്റി ഇവിടെ, അതുകൊണ്ട് നോക്കിയതാ. ഒറ്റയ്ക്കോ? അവളുടെ മുന്നിലും പിന്നിലുമൊക്കെ പാരയും മറ്റ് സാധനമൊക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നത് കണ്ടില്ലേ? അവൾ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. അവരൊന്ന് ചിരിച്ചു. ഞങ്ങളുടെ ക്യൂവിൽ വലിയ തിരക്കില്ലായിരുന്നു. എങ്കിലും ആൻറ്റി എന്നോട് ചേർന്ന് തന്നെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പിൻഭാഗം കൊണ്ട് എനിക്കിട്ടൊരു തള്ളു തരുന്നുണ്ട്. അതവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എനിക്കാണെങ്കിൽ ആകെപ്പാടെ പെരുത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ പതിയെ അവരുടെ ആ കൈ കൊണ്ടുള്ള തൊടലും തലോടലും കൊണ്ട് തന്നെ ഞാൻ മറ്റെല്ലാം മറന്നുപോയി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. ഒന്നും അമക്കാനും വയ്യ, ഒന്ന് തിരിയാനും വയ്യ. ഞാൻ അങ്ങനെ തന്നെ നിന്നു കൊടുത്തു. ആൻറ്റിയുടെ കൈപ്പണി തുടങ്ങിയിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലായിടും ഇതൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ നിന്നു കൊടുത്തെങ്കിലും ആൻറ്റി നന്നായിട്ട് എനിക്ക് പണി തരുന്നുണ്ടായിരുന്നു. അവരിടയ്ക്കിടെ അവരുടെ പിൻഭാഗം നന്നായിട്ട് എന്നിലേക്ക് അമർത്തി വയ്ക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ അവരുടെ ഇടുങ്ങിയ ആ മുൻഭാഗവും കൂടി എൻ്റെ ശരീരത്തേക്കൊന്ന് അമരണമെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ആൻറ്റി മുൻപിൽ നിൽക്കണ്ട, പുറകിലേക്ക് നിൽക്ക്. ഞാൻ പതിയെ അവരുടെ ഇടയിലൂടെ ഓർന്നപ്പോഴേക്ക് ഇറങ്ങി. അവർ പതിയെ എൻ്റെ പുറത്തേക്കൊന്ന് ചാരി. ഓ, എന്തുവാണോ എന്തോ ഇത്, നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട്. ഏതായാലും ക്യൂ നിന്ന് അരമണിക്കൂർ എനിക്കേതായാലും ബോറടിച്ചില്ല. അവരുടെ നല്ല പതുപതുത്ത മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ഞാൻ നന്നായി മുതലാക്കിയെന്ന് തന്നെ പറയാം. ആൻറ്റി നല്ല സഹകരണമായിരുന്നതുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതങ്ങനെ പോയി. വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് പെരുത്തിരിക്കുന്നു. അപ്പോഴേക്കും ക്യൂ നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അനൂപത കുറച്ച് മാറി ഫോണും കൊണ്ടിരിക്കുന്നു. ക്യൂ ഒക്കെ കഴിഞ്ഞു. നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴേക്കും അനൂപ് എന്നെ വിളിച്ചു. എടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇതാ ഇതൊന്ന് നോക്ക് നീ, ഒരു പുതിയ വീഡിയോ കാണണോ, പബ്ലിക്കായിട്ട് ഒരു ജാക്കി വെക്കുന്നതാണ്, നീ ഒന്ന് കണ്ടു നോക്ക്. അവൻ എന്നെയും വിളിച്ചുകൊണ്ട് അത് കാണിച്ചു. ഞാനിത് പ്ലേ ആക്കിയതും ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ അമ്മയല്ലേ അത്. ഓ, എന്താണ് ഈ കാണുന്നത്. മുന്നിലും പിന്നിലും നിൽക്കുന്ന ആരെയും തന്നെ നിരാശപ്പെടുത്താതെ അവരങ്ങനെ തൊട്ട് തടവി നിൽക്കുന്നു. പുറകിൽ നിൽക്കുന്നവർ നന്നായിട്ട് പണിയുന്നുണ്ട്. എനിക്കാകെ വല്ലാത്ത അവസ്ഥ തന്നെയായി. ആൻറ്റി പണിഞ്ഞ് ആകെപ്പാടെ വല്ലാതെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മ എവിടെയെന്ന് ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി ഒന്ന് കുലുക്കി കഴിഞ്ഞ് ഞാൻ ആകെ ഓക്കെ ആയത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആരുടെയും വീഡിയോ വേണ്ട, എനിക്കിവരെ തന്നെ മതിയെന്ന് ഞാൻ ആലോചിച്ചു.